നമസ്കാരം. LXD ഹോം സിനിമാസിന്റെ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയിലുള്ള പ്രേം സാറിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന് വേണ്ടി LXD ഹോം സിനിമാസ് ക്രിയേറ്റ് ചെയ്ത തിയേറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ പ്രേം സാറിന് വേണ്ടി LXD ഹോം സിനിമാസ് ക്രിയേറ്റ് ചെയ്ത ഹോം തിയേറ്റർ. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 3 ലെയർ അക്വാസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഒരു തിയേറ്ററിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് അഥവാ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ AVR തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡായ ഡെനോണിന്റെ 7.1 AVR ആണ്. എന്തൊക്കെ നന്നായാലും സൗണ്ട് നന്നായില്ലെങ്കിൽ ഒരു കാര്യവുമില്ലല്ലോ. LXD ഹോം സിനിമാസ് അതിനൊരു വിട്ടുവീഴ്ചയും വരുത്താറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പോൾക്കിന്റെ ഓഡിയോ സീരീസ് ആണ്. യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രീന് സുവീരയുടെ 120 ഇഞ്ചസിന്റെ ഫിക്സഡ് ഫ്രെയിം ആണ്. ഇത് കൂടാതെ തന്നെ ഒരു തിയേറ്റർ ആംബിയൻസ് കിട്ടുന്നതിന് വേണ്ടി കോർണർ സ്ട്രാപ്പും ബേസ് സ്ട്രാപ്പും യൂസ് ചെയ്തിരിക്കുന്നു. ഒരു മൂവി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മടിയുള്ള ഒരു കാര്യമാണ് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോകാൻ. അപ്പോൾ അതിനൊക്കെ ഒറ്റ ഒരു പരിഹാരം ഈ റിമോട്ടിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരാണ് നമ്മുടെ തിയേറ്ററിന്റെ ഉടമകൾ, പ്രദീപ് സാർ, പ്രമോദ് സാർ ആൻഡ് സാഗർ. സാഗറിന്റെ പേരാണ് നമ്മുടെ ഈ തിയേറ്ററിന് പേരിട്ടിട്ടുള്ളത്. സാഗർ മൂവീസ് എന്നാണ് പേര്. സാർ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന്. ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ PM ആയിട്ട് വർക്ക് ചെയ്യാം. കോഴിക്കോട് വൈറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. ഓക്കെ. ഞാനും അതുപോലെ തന്നെ ഇവിടെ പ്രൈവറ്റ് വർക്കുകളൊക്കെ എടുക്കുന്ന കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വർക്ക് എടുക്കുന്നു. സാഗർ ഇപ്പൊ 8th പഠിക്കുന്നു. സാർ അപ്പൊ നമ്മുടെ തിയേറ്റർ ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? സിനിമ ഇപ്പൊ നിങ്ങൾ കണ്ടു, പക്ഷെ ഇതിന്റെ നല്ല സൗണ്ടും പിക്ചർ ക്ലാരിറ്റിയും ഒക്കെ നല്ല ഇതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ടു. നമ്മളൊരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്ന ആ ഒരു ഫീലിംഗ് ആണ്. സൗണ്ട് ആയാലും പിക്ചർ ക്ലാരിറ്റി ആയാലും എല്ലാം കൊണ്ടും. പിന്നെ വർക്ക് എന്താ പറയാ, ഞങ്ങൾ 100% ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും. വീട്ടിൽ തിയേറ്റർ എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു, അതിന് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്ക് കഴിയുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈ വർക്ക് ചെയ്യുന്ന ഹോം തിയേറ്റർ ചെയ്യുന്ന കമ്പനികളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഈ ഇവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഫാസ്റ്റ് റെസ്പോൺസ്. അതായത് നമ്മൾ പറയുന്നു അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച തന്നെ വരുന്നു എന്ന് മാത്രമല്ല, അവർ നമ്മളിതിന് സ്പേസ് ഇട്ട് ആ ഒരു സ്ഥലം കണ്ടിട്ട് എന്തൊക്കെ വേണമെന്ന് ഇങ്ങോട്ട് നിർദ്ദേശിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഐഡിയാസും കൂടി കൂട്ടി രണ്ടു കൂട്ടരും കൂടി ചെയ്ത് ഒരു തിയേറ്ററാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഏട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ 100% ഇതിൽ സംതൃപ്തരാണെന്ന് പറയാനുള്ള കാരണം. ഇവരെ വർക്കേഴ്സ് അവർ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സൈത്തേട്ടനും ഷൈജേട്ടനും സുരേഷ് ഏട്ടനും ഷൈജേട്ടനും അവരവിടെ ആക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. പറഞ്ഞ ദിവസം തന്നെ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് മെറ്റീരിയൽസൊക്കെ വന്നു. അവർ രാവിലെ ഒരു 9 മണിൻ്റെ ഉള്ളിൽ വർക്കിന് വരുന്നു. ടൈം നോക്കാതെ രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ പോയ സമയമുണ്ട്. ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അവർ ഓരോ ദിവസത്തെയും വർക്കിൻ്റെ പ്രോഗ്രസ് ഞാൻ ഇവിടെ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് പറയണേ. ഓരോ ദിവസം വർക്കിൻ്റെ പ്രോഗ്രസ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ നിന്നും ഇവിടെ പാസ് ചെയ്യുന്നു. അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. എല്ലാം ഒരു എന്താ പറയുക, നമ്മൾ പറയാറുണ്ടല്ലോ എണ്ണയിട്ട യന്ത്രം പോലെ എന്നുള്ള മാതിരി യാതൊരുവിധ തടസ്സമില്ലാതെ ഫീലിംഗ് ഉണ്ടാവും. വീഡിയോ കോൾ വരെ ചെയ്തിട്ടാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച ഒരു മെറ്റീരിയൽ വന്നിട്ട് അവർ ഫോൺ ചെയ്യുന്നു, നമ്മളവിടെ ചെയ്യുന്നതെല്ലാം അങ്ങനെ പറഞ്ഞാൽ അത് ക്വാളിറ്റി പോരാന്നാണ് എൻ്റെ മുന്നിൽ നിന്നാണ് തിരിച്ചയക്കുന്നത്. നമ്മൾക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ അത്രയും കറക്റ്റായിട്ടാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം ഇവരിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റിലെ ദിവസം 2 ദിവസം ഇവിടെ നിന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം എങ്ങാനും എടുത്തിട്ടുണ്ടാവുള്ളൂ മാക്സിമം. അതിൽ തന്നെ ഈ സീലിങ്ങിൽ വന്ന പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണങ്ങാനും പുട്ടിയിടാനും 1-2 ദിവസം പോയി. നമ്മളോട് പറഞ്ഞത് മാക്സിമം 12 ദിവസം. എനിക്ക് തോന്നുന്നു ആ കറക്റ്റ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ 12 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് തീർത്ത് നീറ്റ് ആൻഡ് ക്ലീനാക്കി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അവരിൽ ഞാൻ കണ്ട ഒരു ഗുണം മറ്റുള്ള അപേക്ഷിച്ച് എന്താ ചോദിച്ചാൽ, നമ്മൾ ഒരു 7-8 ആൾക്കാരെ അങ്ങ് സമീപിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഞങ്ങളോട് ആദ്യം ബഡ്ജറ്റാണ് ചോദിക്കുക. ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നതാണെന്ന് മനസ്സിലായത് ഇവരെ സമീപിച്ച് ഇവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ്. അവർ നമ്മളോട് പിന്നെ ബഡ്ജറ്റ് ചോദിച്ചില്ല, റൂം സൈസും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഈ റൂമിൽ ചെയ്യാൻ 7.1 വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ ഇവരൊക്കെ സംസാരിച്ചതിന് അടിസ്ഥാനത്തിൽ 1-2 ഇലക്ട്രോണിക്സിന് പേര് പറഞ്ഞു കൊടുത്ത് AVRൻ്റെയും പ്രൊജക്ട് ഉണ്ടെങ്കിൽ അവരത് വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കോട്ട് തന്നു. ഈ കോട്ട് തന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന് മുന്നേ ഞങ്ങൾ സംസാരിച്ച ആൾക്കാരൊക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ തന്നിരുന്നു. കാരണം വെച്ചാൽ ഫ്ലോറിംഗ് ഇല്ല, ബാൽക്കണി സെറ്റപ്പ് ഇല്ല, ലൈറ്റ് റിമോട്ട് ഇല്ല, സീലിംഗ് ഇല്ല, വെറും അക്കോസ്റ്റിക്കും പ്രൊജക്ടറും സ്ക്രീനും. ഇതേ റേറ്റ് തന്നെയാണ് അവരും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയത്. അതാണ് അപ്പോഴാണ് നമുക്ക് ഇവരെ പറ്റിയിട്ടുള്ള ആ ഒരു നമ്മളോട് ആത്മാർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ അവരിവിടെ വന്നു, കാര്യങ്ങൾ സംസാരിച്ചു, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് അവർ വിളിച്ച് പറയാണ് നമ്മളെ കയ്യിലുള്ള മോഡൽസ് ഇതൊക്കെയാണ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയാനാണ് വന്നത്. അപ്പം ചോദിക്കാത്ത അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും അവരെ അഭിപ്രായങ്ങൾ 1-2 സംഗതിയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ചെയ്തത്. പക്ഷേ നമുക്ക് തന്ന ആ ഒരു എസ്റ്റിമേറ്റിലേക്ക് അപ്പുറത്തേക്ക് ഒരു രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഇഷ്ടത്തിന് പലതും കൂട്ടിച്ചേർക്കുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ ഏട്ടൻ്റെ മോള് കുറച്ച് നന്നായി പാടുകയൊക്കെ ചെയ്യും. ആ കാര്യം ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചപ്പം ഈ കമ്പനിയുടെ വകയായിട്ട് ഞങ്ങൾക്ക് ഒരു മിക്സർ ഇങ്ങോട്ട് ഓഫർ ചെയ്തതാണ്. മാഡം ചോദിച്ചല്ലോ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയുണ്ട്, അതിൽ ഒന്ന് പിക്ചർ ക്ലാരിറ്റി പ്ലസ് സൗണ്ടിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അപ്പം നമ്മൾ ഈ ചെയർ 2-3 തരത്തിൽ പറഞ്ഞിരുന്നു, റിക്ലൈനർ ചെയർ. നമ്മളെ ഉദ്ദേശം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് എന്ത് ശരിക്കും തിയേറ്റർ എഫക്റ്റ് കിട്ടുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ ഇതന്നെയാണ് ഞങ്ങളും ചോദിച്ചത്. നേരെ മറിച്ച് കുറച്ചും കൂടി ക്യാഷ് കൂടുതലാക്കി റിക്ലൈനറൊക്കെ ആക്കി വെക്കാം ആയിരുന്നു. സംസാരിച്ച് വെച്ചിരുന്നു 18,000 രൂപയ്ക്ക് റിക്ലൈനർ തരാമെന്ന് ഫർണിച്ചർ ഷോപ്പ് പറഞ്ഞിരുന്നു. അത് വനിതാ എക്സ്പോന്ന് ഞങ്ങൾക്ക് ഇതേപോലത്തെ സീറ്റ് 6,000 രൂപയ്ക്ക് ഒരു സീറ്റ് തൃശ്ശൂർത്തെ ടീം വിളിച്ച് സെറ്റാക്കിയില്ലേ, അതെങ്കിലും ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞിട്ട് അതിലാണ് ഷൈജേട്ടൻ. അതിൻ്റെ ഗുണം ദോഷം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ഒരു സംഗതി ഒരു 25 വർഷം കഴിഞ്ഞാലും ഇതേ സീറ്റിൻ്റെ സിസ്റ്റം തന്നെ, അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അതല്ലാതെ നമ്മൾ ഇരുന്നിട്ട് സോഫയൊക്കെ ഒതുങ്ങി അങ്ങനെ ആവുന്നില്ല, അങ്ങനത്തെ ഒന്നും വരില്ല. അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വേണ്ട ഉപദേശം തന്നെ ചെയ്തതാണ്. ഷൈജേട്ടൻ പറഞ്ഞു ഈ സീറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളായാലും 100% ഓക്കെ ആവുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ വരുന്നവർക്കൊക്കെ സീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് മഞ്ചേരിയിലെ പുതിയ ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലേ? ഇതുപോലെയുള്ള ഒരു പ്രീമിയം തിയേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എന്തുമാവട്ടെ, അത് സെറ്റ് ചെയ്യുന്നതിനായി LXT ഹോം സിനിമാസിനെ ഉടൻ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.